നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. കഴിഞ്ഞ ദിവസം സൂപ്പർ സീനിയർ ക്ലാസ്സുകളുടെ പാർട്ട് 1 ആണ് നമ്മൾ ചെയ്തത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ വീണ്ടും സൂപ്പർ സീനിയർ ക്ലാസ്സുകളുടെ ഒരു മഹത്വം ഞാൻ പറയുന്നില്ല. എന്തു തന്നെയായാലും അത് വേണ്ട കാര്യമാണ്, ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്, പഠിക്കേണ്ടത് തന്നെയാണ്. പ്രായഭേദമന്യേ നൃത്തം പഠിക്കുന്നത് ഒത്തിരിയേറെ ദൈവികത നമ്മളിൽ നിലനിൽക്കാനും നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസിനും നമ്മളുടെ മെന്റൽ ഇഷ്യൂസിനും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു മെഡിസിൻ തന്നെയാണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് സൂപ്പർ സീനിയേഴ്സ് ഇന്നിപ്പോ നൃത്തം പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം കണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അരങ്ങേറ്റം ചെയ്യുക, അരങ്ങേറ്റം പെട്ടെന്ന് തന്നെ ചെയ്യുക. പെട്ടെന്ന് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പെട്ടെന്ന് ചെയ്ത് ഫോട്ടോസും എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുക, എന്നിട്ടൊരു ഡാൻസ് ക്ലാസ് തുടങ്ങുക. ഇതാണ് അവരുടെ മറ്റൊരു ഉദ്ദേശം. ഇന്നിപ്പോ സൂപ്പർ സീനിയർ ക്ലാസ്സുകൾ കൂടി വരുന്നതിന്റെ, ആ ട്രെൻഡ് കൂടുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശമാണ് അവർക്കൊരു ഡാൻസ് ക്ലാസ് തുടങ്ങുക എന്ന ഉദ്ദേശമാണുള്ളത്. കാര്യം ഒരു സൂപ്പർ സീനിയർ അവരൊരു അരങ്ങേറ്റം ചെയ്ത ഉടനെ തന്നെ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്യുകയോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബാച്ച്മേറ്റ്സോ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ ബന്ധുക്കളോ ഉടനെ, അല്ലെങ്കിൽ അയൽവക്കക്കാരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, എന്ത് ഗ്രേസാ നീ കളിക്കുന്ന കാണാൻ, അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞോ, എന്നാ നീ എന്റെ കുട്ടീനെ പഠിപ്പിച്ചാൽ മതി, നീ അവൻ നമുക്ക് അറിയാവുന്നതാണല്ലോ, നീ പഠിപ്പിച്ചാൽ മതി എന്ന് തോന്നും. 10 പ്രാവശ്യം അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കും തോന്നും, അപ്പൊ ഞാൻ പഠിപ്പിച്ചാൽ മതിയോ, ശരിയല്ലേ, ഞാൻ പഠിപ്പിച്ചാൽ മതിയായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ടൈം പാസ് പോലെ അവർ ഡീൽ ചെയ്യുന്ന ഒന്നായി മാറി ഇന്ന് ശാസ്ത്രീയ നൃത്തവും ഡാൻസ് ക്ലാസ്സുകളും. ശാസ്ത്രീയമായിട്ടുള്ള ഡാൻസ് ക്ലാസ്സുകളും എന്ന് പറയുന്നത് വളരെയേറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ മറ്റൊരു കാര്യം, ഇതേ സൂപ്പർ സീനിയേഴ്സ് ഒരു ടീച്ചറിന്റെ അടുത്ത് പോകുമ്പോൾ അതൊരു നല്ല ഗുരു അല്ലെങ്കിൽ, അത്യാവശ്യം മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, നൃത്തത്തിന്റെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരു അല്ലെങ്കിൽ അവരവിടെ കാണുന്ന വലിയൊരു കച്ചവടമാണ് 6 മാസം കൊണ്ട് ഭരതനാട്യം. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആദ്യത്തെ 1 വർഷം ചിലപ്പോൾ കൂടുതൽ പഠിപ്പിക്കാൻ സമയം എടുക്കാം. ആദ്യത്തെ 1 വർഷം കൊണ്ട് ഭരതനാട്യം, പിന്നീട് ഒരു 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ വളരെ അടുത്ത പ്രോഗ്രാമിന് മോഹിനിയാട്ടം അരങ്ങേറ്റം, പിന്നെ കുച്ചിപ്പുടി അരങ്ങേറ്റം. ഇങ്ങനെ അരങ്ങേറ്റങ്ങളായി കഴിയുമ്പോൾ അതും അവരുടെ അക്കാഡമിയിൽ അവർ കാണുന്ന സിലബസ് ആ ഒരു കുറച്ച് ഇനം മാത്രം എല്ലാ വർഷങ്ങളിലും ഒരു ഗുരു അരങ്ങേറ്റം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്താ മനസ്സിലാകുന്നത്? ഇത്രയും ഒരു 7 ഇനം കൊണ്ട് നമുക്ക് ഒരു അരങ്ങേറ്റം ചെയ്യിപ്പിച്ച് വിടാം. ആകെ ആവശ്യം അരങ്ങേറ്റല്ലേ പഠിപ്പിക്കാൻ വരുന്നവർക്ക്. അവരുടെ അരങ്ങേറ്റം നടത്താനായിട്ട് നമുക്ക് അത്രയും ഇനം ഉണ്ട്. അപ്പൊ നമ്മള് ഫീസ് കൊടുത്ത കാശിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ള ബിസിനസ് അവിടെ നിന്ന് മനസ്സിലാക്കുവാണ്. അങ്ങനെ ശാസ്ത്രീയ നൃത്തം മണി മേക്കിംഗ് ബിസിനസ് ആക്കുക എന്ന ഫോർമുല അവിടുന്ന് പഠിച്ചെടുക്കുന്ന സൂപ്പർ സീനിയേഴ്സ് വളരെ അടുത്ത ദിവസം ഒരു ബോർഡ് വെച്ച് അങ്ങ് തുടങ്ങുവാണ് ഡാൻസ് ക്ലാസ്. ഇനിയിപ്പോ ആദ്യം ചിലപ്പോൾ ബോർഡ് വെക്കാനുള്ള ഒരു ഗഡ്സ് കാണിച്ചില്ലെങ്കിലും ഡാൻസ് ക്ലാസ് അങ്ങ് തുടങ്ങുവാണ്. ഇതിന് ഉത്തരവാദികൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് പഠിപ്പിച്ചുകൂടെ? ഇതിന് മറ്റൊരു ഉദാഹരണം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുവാണ്. നമ്മൾ സദർ അക്കാഡമി തുടങ്ങി 2013 സദർ അക്കാഡമി തുടങ്ങി 2016 ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ അന്ന് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടി, ഒത്തിരി പ്രായമില്ല, പക്ഷെ ആ കുട്ടി മാരീഡ് ആയിരുന്നു, നമ്മളുടെ അടുത്ത് പഠിക്കാൻ വന്നു. അപ്പൊ ഒരു 3 വർഷം കൊണ്ടാണല്ലോ നമ്മള് ആദ്യത്തെ ആ ഒരു രംഗപ്രവേശം. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, ഇത് അരങ്ങേറ്റം എന്ന് പറയുന്ന പൂർവികരായ ഗുരുക്കന്മാര് പഠിപ്പിച്ച് 1 മണിക്കൂർ കച്ചേരി ഒരാൾ സിംഗിൾ ആയിട്ട് ചെയ്യുന്ന അതല്ല. അത് ഫിനാൻഷ്യലി അത്ര അഫോർഡബിളും ആയിരിക്കില്ല. നമുക്കങ്ങനെ ചെയ്യാനായിട്ട് ഫിനാൻഷ്യലി അഫോർഡബിൾ അല്ലാത്തത് കൊണ്ടും ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടും നമുക്ക് രംഗപ്രവേശമായിട്ട് ചെയ്യാം, 2 ഇനം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് 2 ഇനം പഠിപ്പിച്ചു. ആ കുട്ടി അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നത്, ആ കുട്ടി മാരീഡ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടികളൊക്കെ ആവാൻ അവരൊരു ഫാമിലി പ്ലാനിങ് ഒക്കെ ഉണ്ട് ടീച്ചർ, അപ്പൊ ഒത്തിരി വൈകി പോകാണ്ടുള്ള ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിയെ പറഞ്ഞത്. എന്റെ ഒരു പോളിസി അറിയാവുന്നത് കൊണ്ടായിരിക്കും 2 വർഷം കഴിഞ്ഞിട്ട് പറയാൻ ഒരു സമയം എടുത്തത്. അപ്പൊ എനിക്കും തോന്നി, അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുന്നൊരു മോളാണ്, അപ്പൊ പിന്നെ പഠിപ്പിച്ചു കൊടുത്താലും നീറ്റായിട്ട് കളിച്ചോളും എന്നുള്ളത് കൊണ്ട് ഞാനത് ഓക്കെ, നമുക്ക് രംഗപ്രവേശം അടുത്ത വർഷത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ആ കുട്ടി പഠിക്കാൻ തുടങ്ങി 3ാമത്തെ വർഷത്തിൽ നമ്മൾ രംഗപ്രവേശം ചെയ്യിപ്പിച്ചു. ആ കുട്ടിയുടെ രംഗപ്രവേശം ചെയ്തു ആ കുട്ടി. അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു സ്കൂളിൽ ആ കുട്ടിയുടെ രംഗപ്രവേശം കഴിഞ്ഞു എന്നറിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് ആ കുട്ടീനെ വിളിച്ചു. അപ്പൊ അത് എന്നോട് ചോദിച്ചു, ടീച്ചറെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു.
അപ്പൊ അത് ഈ ഭരതനാട്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല, ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ പോലെ പഠിപ്പിക്കാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് അത്യാവശ്യം കണ്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യാനുള്ള ഒരു അറിവും ഒരു പക്വതയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഡാൻസുകളൊക്കെ മോള് പഠിപ്പിച്ചോ, കുഴപ്പമില്ല, മോള് പഠിപ്പിച്ചോ. എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന്റെ മറ്റൊരു ഉത്തരമാണ് ഉപജീവന മാർഗം കൂടി ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സെമി ക്ലാസിക്കൽ പോലെയുള്ള ഇനങ്ങളല്ലേ, അതെല്ലാം മോള് പഠിപ്പിച്ചോ, നല്ല കാര്യമാണ്. അപ്പൊ വേറെ ജോലിയൊന്നുമില്ല, ആ കുട്ടിക്ക് അത് ചെയ്യിപ്പിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കുട്ടി പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നെ പേഴ്സണലായിട്ട് വന്ന് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ടീച്ചറെ ഞാൻ എന്റെ വീടിന്റെ മുകളിൽ ഭരതനാട്യത്തിന്റെ ശാസ്ത്രീയ നൃത്തത്തിന്റെ ഡാൻസ് ക്ലാസ് തുടങ്ങുക. അവിടെ ലോക്കൽ ആയിട്ടുള്ള നമ്മളുടെ ഏരിയയിലെ ആൾക്കാരെല്ലാവരും തന്നെ, നമ്മളെ അയൽവക്കക്കാരെല്ലാവരും തന്നെ എന്നോട് ചോദിച്ചു ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ എന്നോടാ പഠിപ്പിക്കാൻ പറയുന്നത്, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ ഭരതനാട്യത്തിന്റെ ക്ലാസ് തുടങ്ങുവാണ് എന്നാണ് പറയുന്നത്, പെർമിഷനും അല്ല, തുടങ്ങുവാണ്, ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷപൂർവ്വം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അനുവാദം കിട്ടിയിട്ട് മോൾ ഇത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കരുത്. കാര്യം മോൾക്ക് ഒരു നട്ടുവാങ്കം ചെയ്യാൻ അറിയോ, താളം എന്താണെന്നറിയോ, വേണ്ട ഒരു പാട്ട് തന്നാൽ, ഒരു ശാസ്ത്രീയ സംഗീതം തന്നു കഴിഞ്ഞാൽ അതൊന്ന് കൊറിയോഗ്രഫി, സ്വന്തമായിട്ട് കൊറിയോഗ്രഫി ചെയ്യാൻ അറിയോ. ഇല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഒരു തെറ്റായ ഒരു ഇനം ചിലപ്പോൾ കുട്ടികൾ വീഴാൻ പോകുന്നതായിരിക്കും. ഇപ്പൊ അതുപോലും അങ്ങനെ കോപ്പി ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുവാണ്. അപ്പൊ ഒരു ഇനം കണ്ട അത് തെറ്റാണ്, തിയറിറ്റിക്കലി ഈ കൈ തെറ്റാണ്, ഇതല്ല ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ മോൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അറിവ് ശാസ്ത്രീയ നൃത്തത്തിൽ ഉണ്ടോ? കാര്യം കഴിഞ്ഞ 3 വർഷത്തിൽ എന്റെ അടുത്ത് വന്നു എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ്. നമ്മളതിൽ അടവുകൾ പഠിപ്പിച്ച് ഇനം പഠിപ്പിക്കാൻ, ഒരു ഡാൻസ് ഐറ്റം പഠിപ്പിക്കാൻ പോവോ, അതോ തിയറി ക്ലാസ് എടുക്കാൻ പോകും, അല്ലെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് 3 വർഷം ഫുൾ ആയിട്ട് ഒരു ഡിഗ്രി കോഴ്സ് പോലെ കുറെ ടൈം എന്റെ അടുത്ത് വന്ന് പഠിച്ചതാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ തിരിച്ചു തന്നെയാ ചോദിച്ചത്, നട്ടുവാങ്കം ചെയ്യാൻ അറിയോ? കുട്ടികളെ പ്രോഗ്രാം ചെയ്യിപ്പിക്കേണ്ട വരുമേ, രംഗപ്രവേശം വരുമ്പോ നട്ടുവാങ്കം ചെയ്യേണ്ടതാണ് ഗുരു. അപ്പൊ നട്ടുവാങ്കം ചെയ്യാൻ അറിയോ? ഒന്നും അറിയാത്ത താൻ എങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ ഡാൻസ് ക്ലാസ് എടുക്കുന്നത്? എന്റെ ബാനറിൽ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തനിക്ക് ഞാനൊരു ശത്രുവായിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. മോൾ എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ടുപിടിച്ചോ, അവിടെ പോയി ജോയിൻ ചെയ്തോ, അവരുടെ ബാനറിൽ നിന്ന് മോള് എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇവിടെ ഈ അക്കാഡമിയിൽ നിന്നുകൊണ്ട് എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിന്നിട്ട് ഈ ഒരു ചതി ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. മോള് ഇവിടെ തുടരണ്ട, ഡാൻസ് ക്ലാസ് തുടങ്ങുവാണെങ്കിൽ ഇവിടെ തുടരണ്ട എന്ന് പറയാനുള്ള ഗട്സ് കാണിച്ച ഒരാളാണ് ഞാൻ. എന്നാൽ ആ കുട്ടിക്ക് ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി എനിക്ക് വന്ന് പല സെമി ക്ലാസിക്കൽ ഒരു ഇനം നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ കളിപ്പിക്കാൻ, ഒരു കോമ്പറ്റീഷന്, സിനിമാറ്റിക്കിന്റെ ഒക്കെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വന്ന പല എൻക്വയറി ഞാൻ ആ കുട്ടീനെ കൊണ്ട് പഠിപ്പിച്ച ആളാണ്. ആ ആളുടെ വീട്ടിൽ വിട്ട് ആ ആള് പറഞ്ഞ ഫീസ് നിങ്ങൾ ആ ടീച്ചറായിട്ട് ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സെമി ക്ലാസിക്കൽ പഠിപ്പിച്ചോ, അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ടീച്ചറുമാണ് ഞാൻ. പക്ഷേ ശാസ്ത്രീയ നൃത്തം വെച്ച് ഇങ്ങനൊരു ചീറ്റിംഗ് ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും അത് തെറ്റാണ്. ഞാൻ ഒരാളോട് അങ്ങനെ എതിർത്ത് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഒരുപക്ഷെ എനിക്കത് ശത്രുവാവുള്ളൂ. ഞാൻ ഇങ്ങനൊരു ചതിക്ക് കൂട്ടു നിന്നാൽ പിന്നെ ഞാൻ എന്ത് കലാകാരിയാണ് എന്നാണ് ഞാൻ സ്വയം അഭിമാനിക്കേണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ അടുത്ത് ഞാൻ കണ്ട ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച. വേദിയിൽ സ്റ്റേജിൽ ഒരു ടീച്ചർ അവരുടെ കുട്ടികളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ടീച്ചർ ആ സ്റ്റേജിന്റെ തൊട്ട് താഴെ നിന്ന് എന്തോ രംഗപ്രവേശത്തിന്റെ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു നിന്ന് താളം അടിച്ച പാട്ട് പാടി കൊടുക്കുന്നു. ടീച്ചറിന്റെ കാലിൽ ചെരുപ്പിട്ടിട്ട് അവര് പഠിപ്പിക്കുന്നു. ഇതിനേക്കാൾ ഏറെ സങ്കടം ഒരു കലാകാരിക്ക് തോന്നാൻ ഇതിനും അപ്പുറം ഒരു നിമിഷവും ഇല്ല. അവിടെ തന്നെ എന്റെ ദൈവമേ എന്ന് വെച്ചിട്ട് എന്താ പറയണ്ടേന്ന് അറിയാണ്ട് അവരുടെ പാരന്റ്സ് ഒക്കെ സൈഡിൽ നിന്നുകൊണ്ട് എനിക്ക് എതിർത്ത് ടീച്ചർ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല. ഒത്തിരിയേറെ സങ്കടം തോന്നിയൊരു സമയമാണ്. നൃത്തത്തിന്റെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ചെരുപ്പഴിച്ച് മാറ്റിയിട്ട് ഫസ്റ്റ് പ്രെയർ തുടങ്ങുമ്പോൾ പോലും ഞങ്ങള് അത് ദൈവത്തിന്റെ മുൻപിൽ തുടങ്ങുന്നു എന്ന് വിശ്വസിച്ച് തുടങ്ങുന്ന ഞങ്ങൾ കലാകാരന്മാർക്ക് അപമാനമാണ്. ഒരു മൂല്യവുമില്ലാതെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കി. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടാവും, അവരോട് ചോദിക്കണം. നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചോദിക്കണം, നൃത്തത്തിന് ഫസ്റ്റ് ഒരു നമസ്കാരമുണ്ട്. നമ്മൾ ഇങ്ങനെ തട്ടി നമസ്കാരം ചെയ്തിട്ടാണ് ഒരു നൃത്തം തുടങ്ങുന്നത്. അതൊരു പ്രെയർ ആണ്. ഒരു നൃത്തത്തിന്റെ ലാംഗ്വേജിൽ ഒരു പ്രെയർ ആണ്. അതിന്റെ മീനിങ് എന്താണ് എന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ മക്കളോട്, അവരെ ടീച്ചേഴ്സിനോട് ചോദിക്കാതെ ഇന്ന് എന്റെ ഈ വീഡിയോ കാണുന്ന മിനിറ്റിൽ എന്താണ് ആദ്യത്തെ നമസ്കാരത്തിന്റെ മീനിങ്? ഓരോ കൈകൾക്കും അർത്ഥമുണ്ട്, അതിന് ഫുൾ ആയിട്ട് ഒരു മീനിങ് ഉണ്ട്.
എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കൂ. അവർക്കറിയില്ലെങ്കിൽ അവരവരുടെ ഗുരുക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ. അങ്ങനെ ഓരോന്നും ഫീൽ ചെയ്ത് ഓരോന്നും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുമ്പോൾ നൃത്തം ദൈവികമാവും. നൃത്തം നമ്മളിൽ മെഡിസിൻ ആയിട്ട് മാറും. ആ മെഡിസിൻ ആവുന്ന ഫോർമുല കിട്ടണമെങ്കിൽ നല്ല ഗുരുക്കന്മാരെ തന്നെ കണ്ടുപിടിക്കണം. അതിന് അരങ്ങേറ്റം എന്ന തട്ടിപ്പ് ആദ്യം മാറ്റണം. ഡാൻസ് ഒരു മണി മേക്കിംഗ് ബിസിനസ് ആകരുത്. എല്ലാ കലാകാരന്മാരും ഒറ്റ കൈയായിട്ട് നിൽക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ ചോദ്യം ഇന്നു മുതൽ ചോദിച്ചു തുടങ്ങണം. എന്തിനാണ് നമ്മൾ നൃത്തം പഠിപ്പിക്കുന്നത്? എന്തിനാ നിങ്ങൾ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ എന്നാണ് അരങ്ങേറ്റം എന്ന് ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഒരു അരങ്ങേറ്റം കഴിഞ്ഞൊരു കുട്ടീനോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേദിയിലുള്ള ഈ ഡാൻസ് ഫീൽഡിലുള്ള നീതി ചെയ്യാത്ത എല്ലാ ആൾക്കാരും ടീച്ചേഴ്സ് ആയിട്ട് ഇരിക്കാൻ യോഗ്യത ഇല്ലാത്തവരൊന്നും ടീച്ചേഴ്സ് ആവണ്ട. യോഗ്യതയുള്ളവര് ടീച്ചേഴ്സ് ആയിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ കയ്യിലാണ് നല്ല കലാലോകം എന്നതിന്റെ ഭാവി ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മക്കൾ നല്ല കലാകാരാകുന്ന ആ ഒരു യോഗ്യത ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് ഈ സമൂഹത്തിന്റെ എല്ലാ നന്മകളും ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഡാൻസ് ടീച്ചേഴ്സ് ചിന്തിക്കുക, യോഗ്യതയില്ലാത്ത ഒരു സൂപ്പർ സീനിയർ സ്റ്റുഡൻസിനെയും ഒരു സ്റ്റുഡന്റിനെയും ടീച്ചർ ആവാൻ അനുവദിക്കരുത്. നമ്മൾ ആ ചതിക്ക് കൂട്ടു നിൽക്കരുത്. നന്ദി, നമസ്കാരം.